ക്രിസ്മസ് ദിനത്തിൽ നഗരത്തിൽ നിന്നകന്ന് ഒരു ചെറു യാത്ര. വളരെ മുമ്പ് തീരുമാനിച്ചതോ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതോ അല്ല. ഒരുപാട് യാത്രികർക്കറിയാവുന്ന ഒരിടവുമല്ല. വെള്ളറുടെ നിവാസികളായ ചില ക്യാമ്പസ് ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് വെള്ളറുടെ പഞ്ചായത്തിലെ നെടുമ്പാറയും അവിടെയുള്ള പ്ലാങ്കുടി കാവിനെക്കുറിച്ചും അറിയാനായത്. ക്രിസ്മസ് ദിനത്തിലെ സായാഹ്നത്തിന് പോകാമെന്ന് ഉറപ്പിച്ചു. VTMൽ ഒപ്പം പഠിച്ച കൂട്ടുകാരുടെ ഗ്രൂപ്പിൽ അറിയിച്ചപ്പോൾ കുറേ കൂട്ടുകാരെ കൂടെ കിട്ടി. വിദേശ അതിഥികളായ പെന്നി, റെസീറ്റ എന്നിവരെയും ഒപ്പം കൂട്ടി യാത്ര തിരിച്ചു. പെന്നി ഓസ്ട്രേലിയക്കാരിയും റെസീറ്റ ഇറ്റലിയിൽ നിന്നുമാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 42 കിലോമീറ്റർ അകലെയുള്ള വെള്ളറുടെ ഗ്രാമപഞ്ചായത്തിലെ കാക്കതൂക്കി മലയിലാണ് പ്ലാങ്കുടിക്കാവും ചുറ്റിലുമുള്ള നെടുമ്പാറയും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തിയപ്പോൾ ശരിക്കും അതിശയിച്ചു. കേട്ടറിഞ്ഞതിലും കൂടുതലാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി. ഇവിടെ നിന്നാൽ കണ്ണെത്താ ദൂരം വരെയുള്ള പ്രകൃതി മനോഹര ദൃശ്യങ്ങൾ കാണാം. നെട്ടയിലെ ജലാശയം ഇവിടെ നിന്ന് ദർശിക്കാനാവും. 4 ദിക്കിലും ചക്രവാള സീമയെ ചുംബിച്ചു നിൽക്കുന്നതിനാൽ ഒരു വലിയ തൂവെള്ളക്കുട നിവർത്തി പിടിച്ച പോലെയാണ് ഇവിടുത്തെ ആകാശം. കുരിശുമലയും കാളിമലയും കറുത്തിരുണ്ട 2 ആനകളെ ഓർമ്മിപ്പിക്കും വിധം നിലകൊള്ളുന്നു. നമ്മൾ കയറി നിൽക്കുന്ന പാറപ്പരപ്പിന് വലിയൊരു ക്യാമ്പ് ഫയർ സംഘടിപ്പിക്കാൻ പാകത്തിന് വിസ്തൃതിയുണ്ട്. മരങ്ങളുടെ അകമ്പടിയോടെ നിൽക്കുന്ന കാവ് യക്ഷിക്കഥകളിൽ എവിടെയോ വായിച്ചെറിഞ്ഞ ഒരിടത്ത് നാം എത്തിയിരിക്കുകയാണെന്ന് തോന്നിപ്പിക്കും. വെയിൽ ചാഞ്ഞിട്ടില്ലാതിരുന്നതിനാൽ ഇവിടുത്തെ മരങ്ങളുടെ നിബിഡതയും പച്ചയും അടുത്ത് കാണുവാനായി. നെടുമ്പാറയ്ക്ക് താഴേക്കിറങ്ങി കുറ്റിക്കാട്ടിനുള്ളിൽ കുറേ നടന്നാൽ അടിവാരത്തെ ഗുഹാമുഖത്തെത്താം. വായു പിളർന്നു നിൽക്കുന്ന പെരുമ്പാമ്പിനോട് നല്ല സാമ്യം തോന്നും ഈ ഗുഹയ്ക്ക്. കുറേ നല്ല ഫോട്ടോകൾ പകർത്തുവാനായി ഇവിടെ നമുക്ക്. തദ്ദേശവാസികളായ കുറേ യാത്രികരും ചിത്രങ്ങൾ എടുക്കുന്നതിൽ നമ്മെ സഹായിക്കാൻ സന്മനസ്സു കാട്ടി. വെയിൽ ചായുന്നേരം വിസ്മയിപ്പിക്കുന്ന ദൃശ്യഭംഗിയാണ് ഇവിടുത്തെ പ്രകൃതിക്കെന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ അവർ മറന്നില്ല. പൂജകൾ നടക്കാറുണ്ടെന്നും പാലയ്യൻ സ്വാമിയാണ് ഇവിടെ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നതെന്നും അവർ പറഞ്ഞു. കാവിലെ മരങ്ങൾ പ്രത്യേകമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പാരമ്പര്യവും ആത്മീയവുമായ ആചാരങ്ങൾ ബോധപൂർവമായ ശ്രമമില്ലാതെ തന്നെ ജൈവ വൈവിധ്യത്തെ എത്രമാത്രം പരിപാലിക്കുന്നു എന്നത് അതിശയകരം തന്നെ. മണ്ണും മരങ്ങളും തമ്മിൽ ആത്മബന്ധവും എത്ര ദൃഢമാണ്. ഒരു തരി പോലും ഒലിച്ചു പോകാതെ മണ്ണ് സംരക്ഷിക്കുന്നത് മരങ്ങൾ തന്നെയാണല്ലോ. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ വിളിച്ചോതുകയാണ് പ്ലാങ്കുടിക്കാവിലെ നെടുമ്പാറയും പരിസരവും. ഔഷധ സസ്യങ്ങളുടെ വിപുലമായ ശേഖരം ഇവിടെയുണ്ട്. ബ്രിട്ടീഷ് ഗാർഡൻ ഹൗസുകളുടെ മാതൃകയിൽ പരിസ്ഥിതി പ്രവർത്തകർ നിർമ്മിച്ച കെട്ടിടം ഇവിടെ കൂടുതൽ ആകർഷണീയമാക്കുന്നു. പരിസ്ഥിതി സംരക്ഷക കൂട്ടായ്മയുടെ സമയോചിത ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം പാറഖനന മാഫിയയിൽ നിന്നും രക്ഷിച്ചെടുത്ത ഇടമാണിത്. കുരിശുമല, കാളിമല തീർത്ഥാടന കേന്ദ്രങ്ങളുടെ അടിവാരത്തിലാണ് ഈ കാവും പരിസരവും. പെന്നിയും റെസീറ്റയും ഒത്തുള്ള കൂട്ടുകാരുടെ അഭിമുഖവും ഫോട്ടോ സെഷനുമൊക്കെയായി നേരം പോയതറിഞ്ഞതേയില്ല. അസ്തമയ സൂര്യന്റെ ചെങ്കിരണങ്ങൾ ചെടികളെയും ഇലകളെയും തിളക്കമുള്ളതാക്കി മാറ്റി. പച്ച നിറത്തിന് എത്ര വർണ്ണഭാവങ്ങൾ! ഈ മനോഹാരിത ആവോളം ഊറ്റിനുകരാൻ നമ്മുടെ നേത്രങ്ങൾക്ക് മത്സരബുദ്ധി തോന്നിയിരിക്കുമെന്ന് തീർച്ച.